ഹായ് ഗായ്സ്, വെൽക്കം ടു സെരിത് ബ്ലോഗ്സ്. ഇന്നൊരു അടിപൊളി പിസയാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ആദ്യം തന്നെ ഈസ്റ്റ് ഒന്ന് ആക്ടിവേറ്റ് ചെയ്തെടുക്കണം. അതിന് കുറച്ച് ഡ്രൈ ഈസ്റ്റ് എടുത്തിട്ട് ഇളം ചൂടുള്ള വെള്ളത്തിൽ പഞ്ചസാരയും ഇട്ട് ഇളക്കിയതിന് ശേഷം ഈസ്റ്റ് ഇട്ടിട്ട് നമുക്കൊന്ന് മൂടി വെച്ചിട്ടൊരു 10 മിനിറ്റ് വയ്ക്കാം. പിന്നെ നമുക്കിതിലേക്ക് ഉപയോഗിക്കുന്ന ഫ്ലോർ എന്ന് പറഞ്ഞാൽ മൈദമാവാണ്. നമ്മുടെ ഈസ്റ്റ് ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ ഈ 2 കപ്പ് മൈദമാവ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക്. എന്നിട്ട് കുറച്ച് ബട്ടർ, ഒരു 2 ടേബിൾ സ്പൂണോളം ഒക്കെ നമുക്ക് ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ മാവ് വല്ലാതെ ഡ്രൈ ആകാതെ നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ബട്ടർ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നല്ല രീതിയിൽ യോജിപ്പിക്കുക. ഒന്ന് ചെറുതായിട്ട് കുറച്ചൊരു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. നമ്മൾ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പം നമുക്ക് കാണാം പാത്രത്തിൻ്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ് മാവുള്ളത്. ഇതിനി പൊന്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഫുൾ വലുപ്പം വെച്ചിട്ട് വരും ഇത്. നമ്മൾ വെജിറ്റബിൾസ് ഞാനിപ്പോൾ സിമ്പിളായിട്ട് എടുക്കുന്നത് ക്യാപ്സിക്കവും തക്കാളിയും സവാളയും മാത്രമാണ്. ഇപ്പോൾ കണ്ടല്ലോ നമ്മുടെ മാവ് ഇപ്പം നമ്മൾ വച്ചപ്പോൾ പോലെയല്ല, ഈ പാത്രം നിറയെ വന്നിട്ടുണ്ട്, പൊന്തി വന്നിട്ടുണ്ട് ഈസ്റ്റ് വെച്ചിട്ട്. ഇപ്പം നല്ല സോഫ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. ഇത് നമുക്ക് ഒന്ന് കുഴച്ചെടുക്കണം. ഇതൊന്നും കൂടി നമുക്ക് കുഴയ്ക്കുമ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റായിട്ടാണ് ഈ ഡൗ ഉള്ളത്. നല്ലോണം പൊന്തി നല്ല സോഫ്റ്റായിട്ട് തന്നെ വരും. ഇനി നമുക്ക് ഈ മാവ് നമുക്കൊന്ന് ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ ഒരു 1/3 ആയിട്ട് 3/1 ഭാഗം നമുക്ക് ആദ്യം എടുക്കാം. അതൊരു ചെറിയൊരു ബോളാക്കിയിട്ട് അതാദ്യം നമുക്കൊരു ചപ്പാത്തി പരത്തുന്ന പോലെ കുറച്ച് നല്ല രീതിയിൽ തിന്നായിട്ട് പരത്തിയെടുക്കേണ്ട ആവശ്യമുണ്ട്. ഇത് കൈകൊണ്ട് പരത്തിയെടുത്താലും മതി, അല്ലെങ്കിൽ ചപ്പാത്തി പലക വെച്ച് കുറച്ച് ഡസ്റ്റ് ചെയ്തിട്ട് വേണം. കാരണം ഭയങ്കര സോഫ്റ്റ് ആണ്, ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. ചെറിയൊരു ഡവ് ചപ്പാത്തി പോലെ ഒന്ന് പരത്തിയെടുക്കുക. ഇത് കണ്ടില്ലേ, ഭയങ്കര മാക്സിമം തിന്നാക്കിയെടുക്കുക. ഇനി നമുക്കൊരു പിസ്സ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രമാണിത്. ഇതിൽ ഞാൻ ബാക്കിയുള്ള മാവ് മൊത്തം വെച്ചിട്ട് കൈ കൊണ്ട് പ്രസ് ചെയ്ത് സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിസ്സ നല്ലോണം പ്രസ് ചെയ്തിട്ട് ആ പാത്രത്തിൽ ഫുള്ളാക്കി കൊടുക്കുക. അത് സൈഡിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പൊക്കി വെക്കുന്നുണ്ട്. നമുക്കത് ഫില്ലിങ് പൊന്തി വരാതെ സൈഡിൽ തന്നെയാണല്ലോ നമ്മൾ പിസ്സയൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, സൈഡിൽ തടി കൂടുതലായിരിക്കും. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്കത് സെറ്റ് ചെയ്ത് പ്രസ് ചെയ്ത് എടുക്കാം. ഇനി നമുക്ക് ഒരു ഫോക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. ഇത് മാവ് വല്ലാതെ പൊന്തി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കും. നടുവിൽ ഇങ്ങനെ വല്ലാതെ പൊന്തി പോയി പോയിട്ടുണ്ടെങ്കിൽ പിസ്സ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും അത് വല്ലാതെ പൊന്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഒന്നാമത് ഈസ്റ്റൊക്കെ ഇട്ട് നല്ല രീതിയിൽ സോഫ്റ്റായി വന്നതുകൊണ്ട് നമുക്കിത് കുത്തി കൊടുക്കാം. ഇനി നമുക്കതുപോലെ ചപ്പാത്തി പോലെ കുഴച്ച് വെച്ചിട്ടുള്ള ചെറിയ മാവ് ഇതുപോലെ തന്നെ ഒന്ന് കുത്തിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് പ്രോസസ് ചീസാണ് ഞാൻ ഉള്ളിൽ ഫില്ലിങ് വെക്കുന്നത്. നമ്മൾ ചീസ് ബേസ്റ്റൊക്കെ കഴിക്കാറുണ്ടല്ലോ ഡൊമിനോസിൻ്റെ ഒക്കെ, അതുപോലെ ഉള്ളിൽ ചെറിയ രീതിയിലൊരു ചീസ് കുറച്ച് കൂടുതലൊന്ന് മെൽട്ടായി കിട്ടും. അത് നല്ല സുഖമായിരിക്കും കഴിക്കുമ്പോൾ. അതിനുവേണ്ടി പ്രോസസ് ചീസ് തന്നെ എടുക്കുക. മോസറല്ല നമുക്ക് ടോപ്പിങ്ങിന് മാത്രം എടുത്താൽ മതി. ഉള്ളിൽ ഫില്ലിങ്ങിന് നമുക്ക് പ്രോസസ് ചീസ് തന്നെയാണ് നല്ലത്. ഞാനിവിടെ ഇതിന് കണക്കായിട്ട് മുറിച്ച് ഇതിൽ പ്രോസസ് ചീസ് വെച്ച് സെറ്റ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് ചപ്പാത്തി പോലെ ആക്കിയെടുത്ത മാവ് ജസ്റ്റ് ഒന്ന് ഇതിൽ വെച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു 10 സെക്കൻഡ് 2 സൈഡ് വെച്ച് വേവിച്ചെടുത്തതാണ് കേട്ടോ ഇത്. അത് ഉള്ളിൽ നമ്മൾ വെക്കുന്നതിനെ കൊണ്ട് ഇതിലേക്ക് ഡയറക്റ്റ് ഹീറ്റ് ഒന്നും എത്താതെ കാരണം നമ്മൾ ആദ്യം തന്നെ ഒന്ന് വേവിച്ചെടുക്കുകയാണ്. വെറും 10 സെക്കൻഡ് മതി. അങ്ങനെ എടുത്തിട്ട് ഇനി ഇത് ഇങ്ങനെ മെല്ലെ സൈഡിലുള്ള മാവ് ഇതിനോട് ചേർത്തിട്ട് ഒന്ന് സീൽ ചെയ്യുകയാണ്. ഇപ്പോൾ ഇത് കണ്ടല്ലേ, ഇതിപ്പോൾ മൊത്തം ഉള്ളിൽ ചീസ് ഫില്ല് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മേലേക്ക് കുറച്ച് പിസ്സ സോസ് ഒഴിക്കാം. ഞാൻ എൻ്റെ പിസ്സ സോസ് കുറച്ചേ ഉള്ളൂ കേട്ടോ. ശരിക്കും പിസ്സ സോസൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നിങ്ങൾ യൂസ് ചെയ്യണം. കാരണം അതിൻ്റെ ഒരു ഉപ്പും പുളിയൊക്കെ അല്ലേ നമുക്കിതിൽ കിട്ടുന്നത് പിസ്സയ്ക്ക്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചേർക്കണം. ഞാനിപ്പോൾ ഉള്ള സോസ് മുഴുവൻ അതിലെടുത്തിട്ടുണ്ട്. എനിക്ക് ബാക്കി ഞാൻ ചില്ലി ഫ്ലേക്സ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ടോപ്പിങ്ങിന് മോസറല്ല ചീസാണ്. മോസറല്ല ചീസ് ഞാൻ ജസ്റ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. ഇത് നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. മോസറല്ല ചീസിലൊന്നും അധികം പിശുക്കണ്ട കേട്ടോ, അത്യാവശ്യം ഉണ്ടായിക്കോട്ടെ. കാരണം നമുക്ക് പിസ്സേൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണല്ലോ ചീസ് എന്ന് പറയുന്നത്. അപ്പോൾ മാക്സിമം നമുക്ക് പറ്റുന്ന പോലെ തന്നെ എടുക്കാം. പക്ഷേ ഞാൻ ഇപ്പോൾ ഈ പിസ്സയ്ക്ക് ഒരു 1/2 ക്യൂബാട്ടോ എടുത്തിട്ടുള്ളത്. ഒരു ബ്ലോക്കിൻ്റെ 1/2 എടുത്തിട്ടുണ്ട്. ഇതുപോലെ ചേർത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ചില്ലി ഫ്ലേക്സ് ആണ് കേട്ടോ. ഇത് ക്രഷ്ഡ് ചില്ലി നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, അല്ലെങ്കിൽ വറ്റൽമുളക് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുത്താലും മതി. പൊടിയാക്കണ്ട, ഇതുപോലെ ഇങ്ങനെ തെരിതെരിങ്ങനെ കിട്ടണം നമുക്ക്.
ഇനി ഇത് ഞാൻ ആവശ്യത്തിന് ചേർക്കുന്നത്, ഞാൻ പറഞ്ഞല്ലോ സോസ് കുറവായതുകൊണ്ട് ഇതിൽ ഉള്ള എരിവാണ് എനിക്ക് കിട്ടാൻ ചാൻസ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് വെജിറ്റബിൾസ് എടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ ക്യാപ്സിക്കം, തക്കാളിയും സവാളയും മാത്രമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തൊക്കെ ടോപ്പിങ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ വെജിറ്റേറിയൻ പിസയാണ്, നോൺ വെജ് ആക്കണം നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ പൊരിച്ചിട്ട് വെക്കാം, സോസേജ് കിട്ടുകയാണെങ്കിൽ അത് വെക്കാം. ഏത് തരത്തിലുള്ള ടോപ്പിങ്സ് നിങ്ങൾക്ക് എന്ത് ടോപ്പിങ്സ് ആണോ നിങ്ങൾ കഴിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇത് ഞാനിപ്പോൾ പെട്ടെന്ന് എടുക്കാനുള്ള ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ അധികം ടോപ്പിങ്സ് ഒന്നും എന്തെങ്കിലും ഉണ്ടായിരുന്നില്ല, ഉള്ളത് വെച്ചിട്ട് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ ഓവനിൽ വെച്ച് ബേക്ക് ചെയ്യുന്ന പോലെയാണ് ചെയ്യുന്നത്. ഞാൻ അതിനൊരു അലൂമിനിയത്തിൻ്റെ ഉരുളി ചൂടാക്കിയതാണ് 10 മിനിറ്റ് ഈ പാത്രം. ഇനി നമുക്ക് ഈ പ്ലേറ്റോട് കൂടി പിസ്സ ഒരു ചെറിയ പാത്രം വെച്ചിട്ട് അതിൻ്റെ മേലെ ഈ പ്ലേറ്റ് ഇറക്കി വെച്ചിട്ട് മൂടി വേവിക്കണം. ഇതിപ്പോൾ ഒരു 25-30 മിനിറ്റ് വരെയൊക്കെ എടുക്കും. അതൊന്ന് സിമ്മിൽ വെച്ചിട്ട് വേവിച്ചാൽ മതി കേട്ടോ. ഇതിപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്, ഫുൾ ചീസൊക്കെ മെൽട്ടായി സെറ്റായിട്ടുണ്ട്. നമുക്ക് ഈ ഡവ് നോക്കിയാൽ തന്നെ മനസ്സിലാവും, ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ. നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ട്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് എത്രയോ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു പിസ്സയാണിത്.